എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാസിമിൻ്റെ ചെരുപ്പുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. കാസിമിന് ചെരുപ്പുകൾ വരുത്തി വെക്കുന്ന ബിനിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ ചെരുപ്പുകൾ കാസിമിൻ്റെ ധനം നഷ്ടപ്പെടുത്തുകയാണ്. ഇത്രയും നാളും അദ്ദേഹം 1 രൂപ പോലും ചിലവാക്കാതെ ജീവിച്ചു വരികയായിരുന്നു. ആ വ്യക്തിയുടെ പണം നഷ്ടപ്പെടുത്തുകയാണ് നമ്മുടെ ചെരുപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മളത്രയും പഠിച്ചത്. അപ്പോൾ ചെരുപ്പ് ആരും കാണാതെ ഈ മാരണം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീടിനടുത്ത് ഒരു പ്രദേശത്ത് കുഴിച്ചിടുകയാണ്. പക്ഷേ രാജാവിൻ്റെ അനുയായികൾ അത് കാണുകയും ഉടൻ തന്നെ അദ്ദേഹത്തിനോട് ചെന്ന് പറയുകയും ചെയ്തു കാസിമിന് നിധി കിട്ടിയെന്ന്. അപ്പോൾ ഭടന്മാർ അവിടെ വന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? കാസിമിൻ്റെ ചെരുപ്പുകളാണ്. അപ്പോൾ അവിടെയും കാസിമിന് പണം നഷ്ടമായി. ഇനിയും കാസിം വിചാരിക്കുകയാണ് ഈ ചെരുപ്പ് കാരണം എനിക്ക് എന്തൊക്കെ ദുരിതങ്ങളാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഈ ചെരുപ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് കളയുകയാണ്. നമ്മളൊരു സിനിമയ്ക്കകത്ത് പഠിച്ചിട്ടുണ്ട്. ജൂനിയർ മാൻഡ്രിക് എന്ന് പറയുന്ന ആ സിനിമയ്ക്കകത്തിലെ ഒരു പ്രതിമ ഓരോരുത്തരുടെയും കയ്യിൽ മാറി മാറി ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഈ പ്രതിമ നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഓരോരുത്തരുടെയും കൈകളിലേക്ക് വരുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്രതിമയെ നശിപ്പിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെയാണ് ഇവിടെ ചെരുപ്പ്. ഈ ചെരുപ്പ് തനിക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ കാസിം പല സ്ഥലങ്ങളിലും പല അവസരങ്ങളിലും ഈ ചെരുപ്പിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാസിം ആ ചെരുപ്പുകളും കൊണ്ട് ഉൾനാട്ടിൽ പോയി ഒരു തോട്ടിലേക്ക് ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞു. ഇനി ആ നരകം എൻ്റെ അടുത്തേക്കില്ല. അയാൾ ആശ്വാസം കണ്ടെത്തി. ഇനി അത് തൻ്റെ അടുത്തേക്ക് വരത്തില്ല എന്ന് വെച്ചിട്ട് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ തോട്ടിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ചെരുപ്പ് എന്തെന്നറിയാമോ? ഒഴുകി ഈ വെള്ളവും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു അവിടെ. മനസ്സിലായോ? ആ മില്ലിൽ ചെന്ന് അകപ്പെട്ടു. മില്ലിലെ ചെരുപ്പ് കുരുങ്ങിയതിൻ്റെ ഫലമായിട്ട് മില്ല് പ്രവർത്തിക്കാതെയായി. മില്ലിൻ്റെ പല്ലികൾക്കകത്തിൽ ഇത് കയറിയിരുന്നു. അപ്പോൾ പിന്നെ മില്ല് പ്രവർത്തിക്കുമോ? അവസാനം എല്ലാവരും നോക്കി എന്താണ് മില്ല് പ്രവർത്തിക്കാത്തത് എന്ന് നോക്കിയപ്പോൾ എന്താണ് കാരണം? കാസിമിൻ്റെ ചെരുപ്പുകൾ ആ മില്ലിൻ്റെ പല്ലുകൾക്കകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. കഷ്ടകാലം മാറിയെന്ന് കരുതിയാണ് കാസിം തോട്ടിലേക്ക് ഒഴുക്കി വിട്ടത്. അത് അതിനേക്കാട്ടിൽ ആപത്തായി. അവിടെയും കാസിമിന് ആ മില്ലിൻ്റെ ഉടമകൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നു. ചെരുപ്പുമായി കാസിം വീട്ടിലെത്തി. ഒരു ഭ്രാന്തനെ പോലെയായി അയാൾ. ആരുടെയും കണ്ണിൽപ്പെടാതെ ചെരുപ്പുകൾ മട്ടുപ്പാവിലിട്ടിട്ട് അയാൾ ചിന്തിച്ചു. അപ്പോൾ ഇനിയും തനിക്ക് ചെരുപ്പുകൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അയാൾ മട്ടുപ്പാവിലേക്ക് ഈ ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞു. ഇനി എനിക്ക് വയ്യ, ഒരു ഭ്രാന്തനെ പോലെ കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ദുരിതമാണെന്നല്ലേ. ഭയങ്കര കഷ്ടപ്പെട്ടു ഈ ചെരുപ്പ് കാരണം. അയാളെ മട്ടുപ്പാവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇനി അതിനെയും കൊണ്ടൊരു ദോഷം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് അയാൾ അവിടെ ഇങ്ങനെ കഴിയുകയാണ്. ഈ സമയത്ത് അവരുടെ നായ മട്ടുപ്പാവിലേക്ക് കയറി കാസിമിൻ്റെ ചെരുപ്പ് കടിച്ചെടുത്തു കുടഞ്ഞ് അത് കളിച്ചു. അങ്ങനെ കളിച്ചു കുടയുന്ന സമയത്ത് നായയുടെ വായിൽ നിന്ന് ചെരുപ്പ് താഴേക്ക് തെറിച്ചു. അത് വീണത് ഒരു വൃദ്ധയുടെ തലയിൽ. ചെരുപ്പിൻ്റെ ആണികൾ വൃദ്ധയുടെ തലയിൽ വലിയ മുറിവുണ്ടാക്കി. അപ്പോൾ തനിക്കിനി ഈ ചെരുപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് കാസിം ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞതുമല്ല, അവരുടെ വീട്ടിലെ നായ ആ ചെരുപ്പ് എടുത്ത് ചെരുപ്പുമായിട്ട് കളിക്കുമല്ലോ. പട്ടികളൊക്കെ ചെരുപ്പ് തട്ടി കളിക്കത്തില്ലേ? അങ്ങനെ തട്ടി കളിച്ച കൂട്ടത്തിൽ ആ വീട്ടിലെ വൃദ്ധയുടെ തലയിലേക്ക് ആ ചെരുപ്പ് വന്ന് വീണു. നമുക്കറിയാം, ആരുടെയെങ്കിലും തലയിലോ ദേഹത്തോ വല്ലതും കൊണ്ടുപോയെങ്കിൽ അതപ്പോഴേ വലിയ മുറിവുകളുണ്ടാക്കും. എന്തുകൊണ്ടാണ്? ചെരുപ്പുകളിൽ ധാരാളം
ചെരുപ്പുകളിൽ ധാരാളം ആണികൾ വെച്ച് ഇട്ടുള്ളത് കൊണ്ട് അത് മുറിവുകൾ ഉണ്ടാക്കും. അങ്ങനെ വൃദ്ധയുടെ തലയിലും സാമാന്യം ഭേദപ്പെട്ട മുറിവുകൾ ഉണ്ടാക്കി. അവിടെയും ദൈവം കാസിമിനെ തുണച്ചോ? ഇല്ല. കാസിമിന് വീണ്ടും നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. കാസിം വിഷമിച്ചു പോയി. വൃദ്ധ തറയിൽ വീണു. ആളുകൾ കൂടി നോക്കിയപ്പോൾ കണ്ടത് കാസിമിൻ്റെ ചെരുപ്പുകളാണ്. പ്രശ്നം വീണ്ടും അധികാരിയുടെ മുന്നിലെത്തി. വലിയ ഒരു സംഖ്യ നഷ്ടപരിഹാരമായി കൊടുത്ത് കാസിം വഴക്ക് ഒതുക്കി. ഈ പ്രശ്നം കൂടി ആയപ്പോൾ കാസിം കരഞ്ഞുപോയി. അയാളുടെ സമനില നഷ്ടപ്പെട്ടു പോയി. നനച്ചിരിക്കാതെ വരുന്ന കാര്യങ്ങൾ സമ്പത്ത് അവസാനിക്കാറായി. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഒന്നിനു മേലൊന്നായിട്ട് പ്രശ്നങ്ങളുണ്ടാവുക. അവിടെയെല്ലാം പണം കൊടുത്ത് അതിനെ സോൾവ് ചെയ്യുകയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, കാസിമിൻ്റെ പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. അയാൾ പിച്ചക്കാരനാകാറായി. പണ്ട് ഇയാൾ പിച്ചക്കാരനായിട്ടിരുന്നത് എങ്ങനെയാണ്? പണം ഉണ്ടായിട്ടും പിച്ചക്കാരനെ പോലെ ജീവിക്കുമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയാണോ? അല്ല, അയാൾ ശരിക്കും പിച്ചക്കാരനായിട്ട് മാറുകയാണ്. അതിനൊക്കെ പ്രധാന കാരണം എന്താണ്? ഈ ചെരുപ്പ് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ്. പിന്നെ പ്രധാനമായിട്ടും ഇത് ആരുടെ ചെരുപ്പാണെന്ന് മൂന്നാമതൊരാളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം ഇത് കാസിമിൻ്റെ ചെരുപ്പാണെന്ന്. അത്ര പ്രശസ്തമായിരുന്നു ചെരുപ്പ്. ഒരു കാര്യം ഉറപ്പിച്ച കാസിം അധികാരിയുടെ മുന്നിലെത്തി. ചെരുപ്പ് രണ്ടും അധികാരിക്ക് മുന്നിൽ വെച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങൂന്നേ, എൻ്റെ നാശത്തിന് കാരണമായിട്ടിരിക്കുകയാണ് ഈ ചെരുപ്പുകൾ. അതുകൊണ്ട് ഇനിയും ഈ ചെരുപ്പുകൾ എൻ്റേതാണോ? അല്ല, ഈ ചെരുപ്പുകൾ ഇനി എൻ്റേതല്ല. ഈ ചെരുപ്പുകൾ മൂലം എന്തു പ്രശ്നമുണ്ടായാലും അത് കാസിമിൻ്റെ ഉത്തരവാദിത്വത്തിന്മേൽ ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാസിം അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ്. ഇനിയും ചെരുപ്പുകൾ വരുത്തി വെക്കുന്ന വിനയ്ക്ക് ഉത്തരവാദിത്വം കാസിമിനുണ്ടോ? ഇല്ല. കാസിമിന് ഇത്രയും നാളും കാസിം ഈ ചെരുപ്പിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? കാസിമിനായിരുന്നു. പക്ഷേ കാസിം ഇപ്പോൾ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയുകയാണ്, ഇനിമേൽ ഈ ചെരുപ്പ് മൂലം എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ വഹിക്കുകയില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇനി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഇപ്പോൾ തന്നെ കാസിം ആരായി? പിച്ചക്കാരനായി മാറി. കാസിമിൻ്റെ ധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആര് കാരണമാണ്? ഈ ചെരുപ്പ് കാരണം. അപ്പോൾ കാസിം പറഞ്ഞു, ഇനിയും ഈ ചെരുപ്പ് മൂലം ആർക്കെങ്കിലും പണനഷ്ടമോ എന്തെങ്കിലും ഉണ്ടായാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിന് ഉത്തരവാദി ഞാനല്ല. ഇതെൻ്റെ ചെരുപ്പാണോ? അല്ല. ഇനി ഇതെൻ്റെ ചെരുപ്പാണോ? ഇതിനിയും കാസിമിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ചെരുപ്പല്ല. ഇത്രയും കാലം എൻ്റെ ചെരുപ്പായിരുന്നു. ഞാനിതിനെ വഹിച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ട് വന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തു. ഇനിയും ഈ ചെരുപ്പ് എൻ്റേതല്ല. അതുകൊണ്ട് ഇതിന് മേൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിന് ഉത്തരവാദി ആരായിരിക്കുകയില്ല? കാസിം ആയിരിക്കുകയില്ല. അതുമൂലം ആർക്കെങ്കിലും പണം കൊടുക്കണമെന്നോ നഷ്ടപരിഹാരം കൊടുക്കണമെന്നോ പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയില്ല എന്നു പറഞ്ഞ് കാസിം ചെരുപ്പുകൾ ന്യായാധിപൻ്റെ മുൻപിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ചുറ്റുപാട് നിന്ന് എല്ലാവർക്കും ചിരി വന്നു. കാസിമിൻ്റെ അവസ്ഥ കണ്ടിട്ട് ചിരി വന്നു. എന്തോ ഒരു വട്ടത്തരമായി കാസിമിൻ്റെ കാര്യം എന്നോർത്തിട്ട് എല്ലാവരും ചിരിച്ചു. പക്ഷേ കാസിമാണെങ്കിലോ ഇതൊന്നും നോക്കാതെ കാസിം അങ്ങ് ഓടിപ്പോയി. കാരണം ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ആൾക്കാരെ ചുറ്റും കൂടുകയും പൊതുജനം പല വിധത്തിലാണ്, പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കാസിം കരഞ്ഞുകൊണ്ട് ആ പ്രദേശത്തു നിന്നും ഓടിപ്പോവുകയും ചെയ്തു. നോക്കിക്കേ, എത്ര ലുബ്ധമായിട്ടാണ്. പിശുക്കനായിട്ട് ജീവിച്ച ആളാണ്. പിശുക്കനായിട്ട് ജീവിച്ച ധാരാളം മുതലുമുള്ള ആളാണ് ആര്? കാസിം അല്ലേ? പക്ഷെ അവസാനമായപ്പോൾ കാസിം അങ്ങ് ഒരു പിച്ചക്കാരനെ, ഒരു തെണ്ടിയെ പോലെ ജീവിക്കേണ്ടതായിട്ട് വന്നു. അതുമല്ല, കാസിമിന് ഇഷ്ടംപോലെ ധനം ഉണ്ടായിരുന്ന അവസരത്തിലും കാസിം എങ്ങനെയാണ് ജീവിച്ചത്? പിച്ചക്കാരനെ പോലെ തന്നെയാണ് ജീവിച്ചത് അല്ലേ? ഇന്ന് യഥാർത്ഥത്തിൽ പിച്ചക്കാരനാവുകയും ചെയ്തു. ഇനിയും ഈ ചെരുപ്പ് തൻ്റെ കയ്യിലിരുന്നാൽ
തനിക്കിതിനേക്കാട്ടിലും വലിയ ആപത്തുണ്ടാവുമെന്ന് കാസിമിന് അറിയാം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം എവിടെയാണ് എത്തിച്ചേരുന്നത്? ന്യായാധിപൻ്റെ സമീപത്ത് അല്ലേ? അതുകൊണ്ട് ന്യായാധിപൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ന്യായാധിപൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് ന്യായാധിപനോട് തന്നെ പറയുകയാണ്, ഇനിയും ഈ പ്രശ്നത്തിന്, ഈ ചെരുപ്പ് മൂലമുള്ള എന്തു പ്രശ്നമുണ്ടായാലും ഞാനതിനൊന്നും ഉത്തരവാദിത്തം വഹിക്കുകയില്ല. അതിന് ഉത്തരവാദിത്തം വഹിക്കാൻ അയാളുടെ പണമുണ്ടോ? ഇല്ല. ഇത്രയും നാളും ചെരുപ്പ് മൂലം പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെല്ലാം കൊടുത്ത് അവിടെയെല്ലാം പരിഹരിച്ചു. ഇനി എൻ്റെ കൈവശം പണമില്ല എന്ന് പറഞ്ഞ് ന്യായാധിപൻ്റെ മുൻപിൽ ചെരുപ്പ് വെച്ചിട്ട് അയാൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ്. ഇത് കണ്ടപ്പോഴെല്ലാവർക്കും ചിരി വന്നു. കാസിമിൻ്റെ അവസ്ഥ കണ്ട എല്ലാവരും ചിരിക്കുകയാണ്. എന്നാൽ ഹൃദയഭേദകമായ അവസ്ഥയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? കാസിമിന് ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. എല്ലാ കുട്ടികളും പാഠം വൃത്തിയായിട്ട് വായിക്കണം. അതിനുശേഷം നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ്, പാഠം വായിച്ചിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണം. പിന്നെ അതിനുശേഷം ഈ നോട്ട്സൊക്കെ കംപ്ലീറ്റ് എഴുതാനുള്ള കുട്ടികൾ എഴുതി വെക്കണം. പിന്നീട് നോട്ട്സ് തരാം. അതുപോലൊക്കെ ഇനി നമുക്ക് ടെസ്റ്റ് പേപ്പറുകളൊക്കെ എഴുതണം. കഴിഞ്ഞ ദിവസം ഒരു ഡിക്റ്റേഷൻ എഴുതിയെങ്കിലും എല്ലാ കുട്ടികളും അത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് കുട്ടികൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അതുപോലെ എല്ലാ കുട്ടികളും അത് ആൻസർ ചെയ്യണം, ചെയ്ത് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു.